മൂന്നാറിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ടാലും മതി വരില്ല. ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയ തേയിലക്കാടിൻ്റെ നടുവിലൂടെയുള്ള യാത്ര, എൻ്റെ അമ്മ എന്ത് വൈബാണെന്നറിയാവോ. കാര്യം ഞാൻ വയനാട്ടുകാരനാണ്, വയനാട്ടിൽ ഒരുപാട് തേയിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു യാത്രയിലൊരു ഫീല് കിട്ടുന്നത് ഭയങ്കര കേട്ടോ. നല്ല അടിപൊളി യാത്രയാണ് നമ്മളേ പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഏതാന്നല്ലേ വഴിയെ പറഞ്ഞുതരാം. നല്ല മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിപൊളി വ്യൂ പോയിന്റിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ കണ്ടോ, നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ കോട മഞ്ഞങ്ങോട്ട് കയറി. അങ്ങനെ നമ്മൾ മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഭംഗിയുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ്, ടോപ്പ് സ്റ്റേഷൻ. നമ്മൾ വന്നിറങ്ങി അതിലോട്ട് കിടക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ചോക്ലേറ്റുകൾ, തേന്, ചായപ്പൊടി എന്ന് വേണ്ട സകല സാധനങ്ങളും ഇവിടെ കിട്ടും. ചോക്ലേറ്റൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന കേട്ടോ. അതേപോലെ ഉണ്ടോ ക്യാരറ്റ്, ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ചായപ്പൊടി ഉണ്ട്, അതേപോലെ നമുക്ക് തൊപ്പി എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. നമ്മൾ ഈ ഗേറ്റ് കടന്ന് പോകുമ്പം ഒരു കുതിരേനെയും കണ്ടു കേട്ടോ. അങ്ങനെ കുറച്ച് മുന്നോട്ട് നടക്കണം നമ്മുടെ വ്യൂ പോയിൻ്റ് എത്താൻ. ടിക്കറ്റ് എടുക്കണേ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ കരിക്ക്, അതേപോലെ ചോളമൊക്കെ പുഴുങ്ങി നമുക്ക് വാങ്ങി കഴിക്കാം കേട്ടോ. അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും. ഫുള്ളായിട്ട് കോടമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യൂ പോയിൻറ്റിലെ കാഴ്ച എത്രമാത്രം കാണുമെന്ന് പറയാൻ പറ്റില്ല. ടോപ്പ് സ്റ്റേഷൻ വ്യൂ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ വെഹിക്കിളാണ്, ഞാൻ മുന്നിലേക്ക് നടക്കുകയാണ്. രണ്ട് സൈഡിലും നിറച്ച് കടകളൊക്കെയാണ്. ഇവിടെ ചോക്ലേറ്റ്, ചായപ്പൊടിക്കൊക്കെ കുറച്ച് വില കുറവുണ്ടെങ്കിലും അല്ലാത്ത സാധനങ്ങൾക്ക് കുറച്ച് വില കൂടുതലാണ്. അങ്ങനെ ഞാൻ വെറുതെ നടന്നപ്പം ചോക്ലേറ്റിൻ്റെയൊക്കെ വില ചോദിച്ചു. ഇതിന് 100 രൂപയാണ് കേട്ടോ. 100 രൂപ, 150 രൂപ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ റേറ്റുകൾ. കാക്കിലോ ഉണ്ട്, ഞാനിപ്പോൾ എടുത്ത ഡെപ്പി, അതിനാണ് 100 രൂപ. പിന്നെ കാപ്പിപ്പൊടി ഉണ്ട്, ചായപ്പൊടി ഉണ്ട്. നമ്മൾ വെറുതെ നടന്നപ്പോൾ എല്ലാത്തിൻ്റെയും വില ചോദിച്ചതാണ്. തേനുണ്ട്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഞാനൊരു ചോക്ലേറ്റ് വാങ്ങിയിട്ടാണ് വന്നത്. ഇവിടെ നിന്നല്ല, ഞങ്ങൾ തിരിച്ചു വരുന്ന സ്ഥലത്ത് എന്താ പറയുക, അടിമാലിയിൽ നിന്നാണ് ഞാൻ ചോക്ലേറ്റ് വാങ്ങിയത്. ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് വ്യൂ പോയിന്റിലോട്ട് കിടക്കാൻ. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പം നമുക്കിനി നേരെ വ്യൂ പോയിന്റിലോട്ട് കിടക്കാം. വ്യൂ പോയിന്റിലോട്ട് കിടക്കുമ്പം തന്നെ നമുക്കൊരു വാച്ച് ടവർ കാണാം. അതിൻ്റെ മുകളിൽ കയറിയിട്ട് കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാനായിട്ട് കഴിയും. പക്ഷേ ഇപ്പം നല്ല കോടയാണ്, നല്ല മഞ്ഞാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊന്നും വ്യക്തമാവുന്ന ഒരു പ്രതീക്ഷയില്ല. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറി നോക്കിയതാണ്. കണ്ടോ, ഒരു രക്ഷയില്ല. താഴത്തെ വ്യൂ ഒന്നും അങ്ങോട്ട് ശരിക്ക് കിട്ടുന്നേ ഇല്ല. കാരണം മഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്, മഴ പോലെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ടോപ്പ് സ്റ്റേഷനിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ടോപ്പ് സ്റ്റേഷൻ മാത്രമല്ല, മൂന്നാറിന് മൊത്തം ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഹണിമൂൺ ട്രിപ്പുകൾ അധികവും വരുന്നത് മൂന്നാറിലോട്ടാണ്. അതിലൊരു പ്രധാന സ്ഥലം കൂടിയാണ് ടോപ്പ് സ്റ്റേഷൻ. നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറിയാലും കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല, നിറച്ച് കോടയാണ്. അപ്പോൾ വെറുതെ കയറി ഇറങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. കോടകൾ പോയാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കാഴ്ചകളൊക്കെ ലഭിക്കുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു 11-12 മണിയാവാനായിട്ടോ. 11 മണി 12 മണി ആവാൻ്റെ അടുത്തായി. അപ്പോഴാണ് ഇങ്ങനെ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നത്.
പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ ഹിൽ സ്റ്റേഷൻ്റെ അടുത്ത്, ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് ഒരുപാട് റിസോർട്ടുകളുണ്ട്. അധികവും ഹണിമൂൺ റിസോർട്ടുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവരൊക്കെ അധികവും ഈ ഭാഗത്താണ് വരുന്നത്. മൂന്നാറിൽ വരുന്നവരധികവും ഇവിടെയൊക്കെ റിസോർട്ട് എടുക്കാറുണ്ട്. അപ്പോൾ മൂന്നാറിലെ ഒരു ഹണിമൂൺ ഹിൽ സ്റ്റേഷൻ കൂടിയാണ് നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ. നമ്മളിങ്ങനെ യൂട്യൂബിൻ്റെ വീഡിയോസ് എടുത്ത് നടക്കുമ്പോൾ കുറേ പേരെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് അതിൽ 2-3 ജോഡികൾ ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി വന്നതാണ്. അവരാണ് പറഞ്ഞത് ഇവിടെ ഒരുപാട് പേര് ഇത് തന്നെയാണ് ഹണിമൂൺ ആഘോഷിക്കാൻ വരുന്നവരൊക്കെ അധികം ഈ ടോപ്പ് സ്റ്റേഷൻ്റെ പരിസരത്തൊക്കെയാണ് റിസോർട്ടുകളിൽ റൂം എടുക്കാറെന്ന് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ എനിക്ക് കറക്റ്റായിട്ടുള്ള അറിവുണ്ടായിട്ടല്ല. അവർ പറഞ്ഞ ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കുവച്ചതാണ്. കണ്ടോ, നമ്മളിപ്പോൾ താഴോട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുകളാണ്, നല്ല കോടമഞ്ഞുണ്ട്. അങ്ങനെ ഞാനിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു കയറുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ളവർ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. മഴ പോലെ കോടമഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ കാഴ്ചകളും കാണാൻ കഴിയില്ല. ജസ്റ്റ് ഇവിടെ വന്ന് പോകാമെന്ന് മാത്രം. നല്ലൊരു കയറ്റമാണ്, സ്റ്റെപ്പ് ഉണ്ട് എങ്കിലും മുകളിലോട്ട് നല്ലൊരു കയറ്റമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് മുന്നിൽ വരും, കാരണം വീഡിയോസൊക്കെ അവിടെയും ഇവിടെയൊക്കെ നോക്കിയെടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് മുന്നിൽ വരും. ഇതാണ് കേട്ടോ നമ്മുടെ വാച്ച് ടവർ നേരത്തെ കയറിയത്. ഇവിടെ നിന്നൊക്കെ നല്ല വ്യൂ ആണ്. പക്ഷെ നമുക്ക് ഈ കോടമഞ്ഞ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ വേറൊരു വൈബാണ്. ആ ഒരു ഇതിൽ നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ പറ്റും. എവിടെ ചെന്നാലും ഈ സംഭവം ഉണ്ട് കേട്ടോ. എൻ്റെ എല്ലാ വീഡിയോസിലും മിക്കവാറും ഈ മങ്കീസുകൾ വരാൻ സാധ്യതയുണ്ട്. ഇതിനു മുന്നേ ഞാനിട്ടൊരു വീഡിയോയിലുണ്ട്. ഇവരുടെ കളികൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാനിവരെപ്പോൾ എവിടെ കണ്ടാലും വീഡിയോ എടുക്കുകയും ചെയ്യും. അതൊരു രസമല്ലേ. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കുണ്ടള ഡാമിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ ഒരേ റൂട്ടിലാണ്. കുണ്ടള ഡാം, മാട്ടുപ്പെട്ടി ഡാം, എക്കോ പോയിൻ്റ്, അതേപോലെ ടോപ്പ് സ്റ്റേഷൻ. ഇതിങ്ങനെ ഒരു റൂട്ടിൽ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. ഇവിടെ ടൂർ വരുന്നവർക്ക് സുഖമാണ്. ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി കഴിഞ്ഞാൽ അവസാനം വരെ ഒറ്റ യാത്ര ചെയ്താൽ മതി. നമ്മുടെ ടോപ്പ് സ്റ്റേഷൻ മൂന്നാർ, ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഒരു രക്ഷയില്ല. മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയാണ്. മഴ പോലെ മഞ്ഞ് പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല. ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റുന്നില്ല. മൊബൈലിൽ എടുക്കാൻ ഒരു രക്ഷയില്ല. കാരണം ഫുൾ കോട നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കാണാൻ നല്ല രസമാണ് കോട ഇങ്ങനെ നിറഞ്ഞത്. പക്ഷേ ഒരു കാഴ്ചയും കിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അടിപൊളി സംഭവമാണ്, നല്ല വ്യൂ ആണ്. പക്ഷേ കോട കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു രക്ഷയില്ലാത്ത കോടയാണ്. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യുക. നമ്മുടെ വണ്ടി കുറച്ച് മുന്നിലായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്കിനി മുന്നോട്ട് നടക്കണം അങ്ങോട്ട്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈക്ക് തരാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കണ്ണീരിലെന്തേ സന്ധ്യ സ്നേഹമഴി കീഴുകയാണോ നിൻമുഖം അടുത്ത വീടേക്ക് നിർത്തിക്കോ. അങ്ങനെ നമ്മൾ ടോപ്പ് സ്റ്റേഷനിലെ കാഴ്ചകളൊക്കെ കണ്ടു. അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാറിലെ എവിടെ തിരഞ്ഞാലും അല്ല എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണുള്ളത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്തെയും വ്യൂസ് കാണുമ്പം ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. വരുന്ന വീഡിയോസൊക്കെ മനോഹരങ്ങളായ വീഡിയോസ് ആയിരിക്കും. കൂടാതെ നമ്മൾ ഇതിനു മുമ്പ് 6 വീഡിയോസ് മൂന്നാറിലോട്ടുള്ള യാത്രയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. വലയിൽ മീനൊക്കെ വളയുന്ന കിളികളാണോ ഇത് മാട്ടുപ്പെട്ടി ഡാമാണ്. നമ്മളിവിടെ കയറിയിട്ടില്ല. മാട്ടുപ്പെട്ടിയിൽ വലിയ കാഴ്ചകളൊന്നുമില്ല. പിന്നെ നമ്മൾ കുണ്ടല ഡാം പോയതുപോലെ തന്നെ ഇവിടെയും ബോട്ട് സർവീസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളിവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. അതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്, ഡാമിന് മുകളിലൂടെ. നമ്മൾ ഇനിയും വരാൻ പോകുന്ന സ്ഥലമാണ്. ഇതാണ് ഷൂട്ടിംഗ് പോയിൻ്റ്. ഇവിടെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കണ്ണൻ ദേവൻ ടീയുടെ ആ പരസ്യമൊക്കെ ഇവിടെ നിന്നാണ് ചിത്രീകരിച്ചത്. അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെയും സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ വേറെ കുറച്ച് സ്ഥലത്തൊക്കെയാണ് കറങ്ങിയത്. ഇത് ഞാൻ തിരിച്ചു വരുമ്പോൾ എടുത്താണ്. നമുക്ക് കാണേണ്ട 1-2 സ്ഥലം കൂടി ഉണ്ട്. അത് ഞാൻ അടുത്ത എപ്പിസോഡിലാണ് കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമുക്ക് പുതിയ കാഴ്ചയും പുതിയ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. പാടി തീർക്കണം.